കിച്ചണ് വില ഏറ്റെടുത്ത് കപ്പിൾസ് ഉണ്ട് കൂട്ടമാറി പുൽപ്പാറ കഞ്ഞി. ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ 5ാമത്തെ ദിവസമാണ്. പിന്നെ എന്താ പറയുക, നല്ല ഉറക്കമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ പോയി ഉറങ്ങാൻ പോവാണ്. ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഇന്നലെ രാത്രി കുറേ സംസാരിച്ചിരുന്ന് നേരെ വെളുത്ത് താഴത്തേതെല്ലാം എക്സസൈസും കാര്യങ്ങളും യോഗയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കാണിച്ചിട്ട് ഞാൻ പോയി നല്ലൊരു ഉറക്ക് പാസ്സാക്കട്ടെ. കണ്ണിൻ്റെ അവസ്ഥ ഉണ്ടോ, 2-3 ദിവസം തീരെ ഉറങ്ങില്ല. ചെങ്ങായിയൊക്കെ ഇന്നലെ പോത്തുറങ്ങുമ്പോൾ 8 മണിക്ക് എങ്ങാനും ഉറങ്ങി. 8 മണിക്ക് എങ്ങാനും കാണാണ്ടിരിക്കും. ഈ കണ്ണുറക്കാൻ നമ്മളെ ടെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. നേരെ പുറത്താണുള്ള ഗ്രൗണ്ടിൽ നിന്നാണ് ഇവരെ യോഗ എന്തൊക്കെ ഉണ്ടായിപ്പോൾ. എന്തോ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഗ്രൂപ്പായി തിരിച്ചു ഞാൻ മിസ് നമ്മളെ ടെൻറ്റൊക്കെ എങ്ങനെയുണ്ട്? മിസ് ഉണ്ടോ? ഞാൻ ഉറങ്ങാൻ വന്നോന്ന് തന്നെ ഇതാക്കുന്ന ശ്യാമിലും ഹാഷിമും വന്ന് കിടന്നിക്കുന്നു. ഇപ്പോൾ ഇനി ഉച്ചക്ക് അങ്ങനെ നോക്കിയാൽ മതി. ഓലും ടെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വന്ന് കിടന്നതാണ്. നല്ല കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഓല് വന്ന് കയറി കിടന്ന് ഞങ്ങൾ ഇനി ഏതായാലും ലേറ്റ് ആയല്ലോ. അവിടെ സംസാരിച്ചിരുന്നു ഞാൻ. അന്നപ്പോൾ മറ്റോല് വന്ന് കയറി കിടന്നതാണ്. അപ്പോൾ ഏതായാലും ടെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങട്ടെ. ഏതായാലും ഹാഷിമും ഷാമിലും കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ ടെൻറ്റിൽ ഉറങ്ങട്ടെ. ഗൈസ്, ഫോർ മണ്ടൻ പേപ്പേഴ്സ് അവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങളിതാ കുറേ സാമഗ്രികളൊക്കെ വാങ്ങിക്കാൻ വരികയാണ്. നഴ്സിംഗ് ക്ലാസ് എടുക്കാൻ ടീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ടീച്ചറിന് ബലൂണ്, സ്ട്രോ ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങി ഞാൻ വരികയാണ്. പഠിച്ചു കൊണ്ടിട്ട് എന്തോ തോന്നില്ല. കുത്തിയില്ല ഗൈസ്. ഞങ്ങൾ കഴിച്ചില്ലായി. എന്താ പറയുക, സെമ്മ് വാങ്ങിക്കണേ. ഒരു പെയിൻ്റ് അടിക്കാനൊക്കെ ഉണ്ട്. എന്ത് ഡിക്കിൽ കുറേ ബലൂണൊക്കെ ഉണ്ട്. അപ്പോൾ പോയി വീർപ്പിക്കണ്ട നമുക്ക്. അതൊക്കെ പെയിൻ്റ് അടിപ്പിക്കാനുണ്ട്. ചുമര് മൊത്തം പെയിൻ്റ് അടിക്കാം. ഇന്ന ടൈമിൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. ഇപ്പോൾ ഞങ്ങളിത് ആ സ്കൂളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. നമ്മളെ സ്കൂളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. കാര്യങ്ങളൊക്കെ നമ്മളതിലുണ്ട്. ഇതൊക്കെ ഇനി അടിച്ചതാ. വാവ്. റെഡും ഇതും മിക്സ് ചെയ്യും. റെഡും ഓറഞ്ചും. അപ്പോൾ ഒരു ഡാർക്കിഷ് കളർ കിട്ടും. സാധാ ചോറ്, വൈറ്റ് റൈസ്. കറി എന്ത് കറിയാ? ചിക്കൻ കറി. ചിക്കൻ കാണിച്ചോണ്ട്. ചിക്കൻ, റെഡ് ചിക്കൻ. ഇതെന്താ സാധനം? വെജ്. ഓ സെറ്റ്. എന്താ? പുൽപ്പാറ സലാഡ്. ഇല്ലേതാ പുൽപ്പാറ? ഇതിലെല്ലാം പുൽപ്പാറകളാണ് ആണല്ലേ? അവിടെ വലിയ പുൽപ്പാറ. ഇത് പപ്പടം മസാല.
ചോറ് അവിടെ മസാല ആക്കാം. പോപ്കോൺ അല്ല കൊറിയൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എടുക്കാനില്ലേ എവിടെ ഇത് കൊറിയൻ മക്രോണി എന്താ പറയാ പുൽപ്പാറ സാലഡ് പിന്നെ പപ്പടം പൊടിച്ചത് എല്ലാം കൂടിയാ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സാധനം. വീട്ടിലെ സാധനം എങ്ങനെയുണ്ട്? ഏയ് റിസ്വാൻ ഹലോ റിസ്വാനാണ് വീട്ടിലെ സാധനമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലും മസ്റ്റ് try ചെയ്യാം. മസ്റ്റ് ട്രൈ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ ഫുഡിന്റെ റിവ്യൂ ഇതൊരു കൊറിയൻ ചാനൽ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊറിയൻ ഏതായിരുന്നു? ആ കൊറിയൻ മക്രോണി ഗായ്സ് ഇന്നത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. 5ാമത്തെ ദിവസത്തെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. സാധനം വാങ്ങാൻ പോയി വീലൊക്കെ കൊണ്ട് ടയറച്ച് കയറി ഇതാണ് ഇന്നത്തെ ഫുഡ് കമ്മിറ്റി. വെറുപ്പിക്കൽ ഇത് നിരോധിച്ചാട്ടോ കുടുംബശ്രീ? കുടുംബശ്രീ നിരോധിച്ചതാണ് ക്യാമ്പിൽ. ഷെർബാൻ കുടുംബശ്രീ അറിയിക്കുന്നു. അതിൽ അഫിലെ കേട്ടിയുണ്ടോ? അപ്പൊ പിന്നെ കോറം പൂർത്തിയായി. അടുത്തത് ഉറുമ്പ് കരയുന്ന ശബ്ദം. നിങ്ങൾ കേട്ടില്ലല്ലോ. അടുത്ത ആരും കേൾക്കാത്ത പാട്ട്. പ്രാചീന കാലത്ത് ഗുരുവര്യന്മാർ തന്ന ഔഷധ തലമുറ കൈമാറി വന്ന പ്രത്യേക ഔഷധ കൂട്ടുകൾ മിക്സ് ചെയ്ത കഞ്ഞികളാണ്. അത് വളരെ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇതിന്റെ ഇത് എന്ന് പറഞ്ഞാൽ അതാണ്. ഇതിന്റെ ഇത് വല്ലാത്തൊരു ഇതാണ്. അതാണ് ഇത് വളരെ ഇതാണ്. പേരിട്ടോ പേരങ്ങളിട്ട് പുൽപ്പാറ സ്പെഷ്യൽ കഞ്ഞി. പുൽപ്പാറ കഞ്ഞി കഞ്ഞി പുൽപ്പാറല്ലേ? ഇനി ഇളക്കലോ നിർത്തും. ഇന്ന ആൾക്കാരല്ല കഞ്ഞി. ആ ഏറ്റെടുത്തോ? കിച്ചണ് വില അങ്ങ് ഏറ്റെടുത്ത്. എന്താ ദോശമാവാ? ദോശ ഉണ്ടാക്കുന്നത് ഇന്നത്തെ 5ാമത്തെ ദിവസത്തെ പാർലമെന്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർലമെന്റിൽ ഇങ്ങനെ പറയാം, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുക. ഓരോ ഗ്രൂപ്പും നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ളത്. ബോയ്സിന്റെ അവിടെ ആയാലും ബോയ്സൊക്കെ ബാഗൊക്കെ അടുക്കി വെക്കുക, റൂം ക്ലീൻ ചെയ്യുക, അപ്പോൾ തന്നെ മുറ്റടിച്ചാരി ബാത്റൂം കഴുകുകയൊക്കെ ചെയ്തിട്ട് ഇവിടെ സ്റ്റേജ് കഴുകി സ്റ്റേജ് തുടച്ചിട്ട് വരാണ്ട് റൂമൊക്കെ തുടച്ചിട്ട് സാറിനായാലും തുടച്ചിട്ട് എല്ലാം 2 നേരം തുടക്കി അടിക്കുകയൊക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇവിടെ 3 പ്രാവശ്യത്താണ് അടിച്ചിട്ടുണ്ട്. ഇന്റർലോക്ക് പിന്നെ ഇവിടുത്തെ മുറ്റമൊക്കെ അടിച്ചു വാരി പിന്നെ കഴുകി വാഷ് ബേസും കഴുകി മാക്സിമം ഞങ്ങൾ വൃത്തിയാക്കിക്കുന്നു. ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ് സഭയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്ലേറ്റുകളുമായി സംസ്ഥാന മന്ത്രി വന്നിട്ടുണ്ട്.
വലിയ ഭാഗ്യമാണ് സാറേ. ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സാറ് പോയി വേറെ സാറ് കിട്ടി ഏറ്റവും വലിയ ഭാഗ്യമാണ്. കോളേജിൽ നിന്നാണ് ബാക്കി കിട്ടിയെന്ന് വെച്ചാൽ NSS ആ ക്യാമ്പും ഒക്കെ തന്നെയാണ്. ഡെഫായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സൈൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ചെവി കേൾക്കാത്ത ഒരാൾ സംസാരിക്കുന്ന ഒരാളെ നമ്മൾ വിളിക്കാം പൊട്ടൻ. എല്ലാവരും ഒറ്റ ഈ പൊട്ടൻ വിളിക്കുന്നു. ചിരിക്കാനുള്ള സാധനമല്ലല്ലോ. പൊട്ടെന്ന് ഒരിക്കലും വിളിക്കുന്നില്ല. ഈ കണ്ണാണത്തെ ഒരാളെന്ന് വിളിക്കും കണ്ണോട്ടൻ. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഒരാളും കണ്ണോട്ടെന്ന് വിളിക്കുന്നു. ഒന്നെങ്കിൽ ബ്ലൈൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡെഫ് എന്ന് പറയാം. ഓക്കെ, സീരിയസ് ആയി നമ്മൾ മേലെ എന്ത് ചെയ്യരുത്, ഒരാളെ പൊട്ടെന്ന് വിളിക്കരുത്. കണ്ണാണത്തെ ഒരാളെ കണ്ണോട്ടെന്ന് വിളിക്കരുത്. പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഇഡിയറ്റ് എന്നാണ് അർത്ഥം. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. മലയാളീസ് മാത്രം വിളിക്കുന്ന പേരാണ് പൊട്ടൻ. വേറെ ഒരു സ്റ്റേറ്റും ഇല്ല, മലയാളീസ് മാത്രം. അങ്ങനെ തന്നെ ഗൂഗിൾ അത് പറയുന്നു. അടിച്ചു തരാം കയ്യിലെ. അപ്പൊ ആദ്യം എല്ലാവരും വേണ്ട. ആദ്യം എ ബി ടി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം N O P Q R S T U V W X Y Z. രണ്ടുപേര് വരും. ഏതെങ്കിലും രണ്ടുപേര്. ഒന്നുമില്ല, കൈയും മാത്രം വെച്ച് രണ്ടാളൊന്ന് സംസാരിക്കും. പേരെന്താണെന്ന് ചോദിക്കുക. സുഖമാണ്, ഗുഡ് മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ്. നമുക്ക് ചിരി വരും സംസാരിക്കുമല്ലേ? അപ്പോൾ നേരെ എന്ത് ചെയ്ത് അവരൊന്ന് പൊട്ടെന്ന് വിളിക്കരുത്. കാരണം അവർ സംസാരിക്കാൻ വേണ്ടി അത്രയും ട്രെയിൻ എടുക്കുന്നുണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ അവിടെ പോയി വന്നെന്ന് പറയൂ, അവർക്ക് കൈകൊണ്ടേ പറയുള്ളൂ അവിടെ പോയി വന്നു. ഞങ്ങൾക്കൊരു ഡെപ്പായിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ ആദ്യം എന്ത് ചോദിക്കാം, പേരെന്താണെന്ന് ചോദിക്കാം. ഇങ്ങനെയാണ് പേര്. ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ പേരെന്താണെന്ന് ചോദിക്കാം. കഞ്ഞിയല്ലേ? പുൽപ്പാറ കഞ്ഞി ഇന്ന് ബോർഡില്ലേ? ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ? പുൽപ്പാറ കഞ്ഞി ഔഷധ ഗുണങ്ങൾ എന്താ? പൊങ്ങച്ചം, തള്ളി, സുഖനിദ്ര, സൗന്ദര്യവർദ്ധനം, ഉന്മേഷം, ഉടവയറി. പുൽപ്പാറ കഞ്ഞി അടിപൊളി കഞ്ഞിയാണ്. രാത്രിയത്തെ ഫുഡ് പ്ലാവില. പ്ലേറ്റിലല്ലേ കഞ്ഞി കൊടുക്കുക, ഗ്ലാസ്സിലല്ലോ. പ്ലേറ്റിലല്ലേ? സുഖപ്രസവം വരണ്ടല്ലേ? സുഖപ്രസവം ഉണ്ട്. എങ്ങനെയുണ്ട് റിവ്യൂ പറയും?
അടിപൊളി കിടലും മൂട് എന്ന് പറഞ്ഞു. സാറേ കന്നെ റിവ്യൂ ഇത്രയുള്ളൂ. കപ്പിൾസ് ഉണ്ട്. സാധനം കുടി തുടങ്ങിയല്ലേ? ഒന്ന് കുടിക്ക് കാണണ്ടേ? കാണിച്ചോട്ടെ എങ്ങനെ കുടിക്കല്. വാവ്. ഒരു അധ്യാപകനും ശിഷ്യനും എന്നതിനപ്പുറത്ത് നിങ്ങൾ തമ്മിൽ ഒരുപാട് ആത്മബന്ധങ്ങളുണ്ട്. പക്ഷേ യൂണിഫോമിലുണ്ട് 89 ആളുകൾ, കൂട്ടത്തിലൊരു എക്സ്പെർട്ടായിട്ട് 10 ഗുണ്ടകൾ. അതിലന്ന് കണ്ട ഇതുപോലുള്ള പള്ളികളൊക്കെ നമ്മൾ നിർത്താറുണ്ട്. സെക്കൻഡ് ഇയേഴ്സ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് നല്ലോണം അവസാനിപ്പിച്ച് നമ്മൾ കൂടുതൽ കോളേജിന്റെ ആ അന്തരീക്ഷവുമായി ജയിച്ചു മാറും. Hi guys.